ഇനിയിപ്പോൾ നമുക്കിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് VPN-ന്റെ ഉപയോഗം. VPN ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ വല്ലാതെ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ കുട്ടികൾക്ക് അറിയില്ല അത് എത്രമാത്രം അപകടകരമാണെന്നും അത് നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ അതാണ് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതെന്ന് അറിയുന്നില്ല. കാരണം ഒരു 2 വർഷം മുമ്പ് വരെ VPN ഉപയോഗിച്ച് നമ്മൾ IP അഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പ്രൊവൈഡേഴ്സിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടെലികോം മന്ത്രാലയം കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് VPN ഉപയോഗിച്ച് ഒരാൾ ബ്രൗസ് ചെയ്യുന്നതിന്റെ ഡാറ്റ 5 വർഷം വരെ സൂക്ഷിക്കണം എന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന ഡാറ്റ പ്രൊവൈഡേഴ്സിന്റെ കയ്യിൽ 1 വർഷം സൂക്ഷിക്കണമെന്ന് നിബന്ധനയുള്ളൂ. പക്ഷേ 1 വർഷം കഴിഞ്ഞാൽ പല ഡാറ്റകളും അവർ ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങുള്ള സെർവറിൽ നിന്ന് മാറ്റും. പക്ഷേ VPN ഉപയോഗിച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അത് 5 വർഷം വരെ ആ ഡാറ്റ സൂക്ഷിക്കണം. കാരണം പലരും ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് VPN ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നിരോധിച്ച ചില വെബ്സൈറ്റുകളിൽ കയറാൻ. ഇപ്പം കോവിഡ് കാലത്ത് കുട്ടികളൊക്കെ തന്നെ PUBG ഇവിടെ നിരോധിച്ചു. PUBG നിരോധിച്ച സമയത്ത് കുട്ടികളൊക്കെ PUBG കളിച്ചു. ആ PUBG കളിക്കാൻ ഉപയോഗിച്ച VPN ആണ്. കാരണം ചൈനയുടെയും മറ്റേതെങ്കിലും രാജ്യത്തിന്റെയും IP അഡ്രസ്സിൽ കയറിയിട്ടാണ് കുട്ടികളതൊക്കെ ഉപയോഗിച്ചത്. നമ്മള് എങ്ങനെ VPN ഉപയോഗിക്കാം എന്നത് നമ്മൾ പറഞ്ഞിരിക്കണം. കാരണം VPN ഒരു ആവശ്യവുമാണ്. ഇപ്പൊ നമ്മൾ ഒരു പൊതു വൈഫൈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരു റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നു, അവിടെ റെയിൽ വയറിന്റെ പബ്ലിക് വൈഫൈ ഉണ്ട്. അതുപോലെ നമ്മള് കണ്ണൂരൊക്കെ ബസ് സ്റ്റാൻഡിലും മറ്റു പൊതു സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ KFIയുടെ ഫ്രീ വൈഫൈ നമുക്ക് അരമണിക്കൂർക്ക് ഉപയോഗിക്കാൻ കിട്ടും. അപ്പൊ പലരും ഈ ഫ്രീ വൈഫൈ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോൺ വൈഫൈ മറ്റൊരു വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ വൈഫൈ സേവന ദാതാവിന് നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ഡാറ്റ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ, നമ്മുടെ ഫോണിലെ ഡാറ്റയൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് VPN ഉപയോഗിച്ച് മാത്രമേ പബ്ലിക് വൈഫൈ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം VPN ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഫോണിലെ ഡാറ്റയിലേക്ക് മറ്റുള്ള ആൾക്ക് നുഴഞ്ഞു കയറുന്നതിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് VPN ഉപയോഗിച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ചില ബ്രൗസേഴ്സ്, ഇപ്പൊ നമ്മൾ ചില ബ്രൗസേഴ്സ്, ഇപ്പൊ ഓപ്പറ മിനി പോലുള്ള ചില ബ്രൗസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഫ്രീ VPN സൗകര്യമുണ്ട്. ഇപ്പം ബ്രേവ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. നമ്മള് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, എൻ്റെ ഫോണിന്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഫോൺ സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഫോൺ സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഫോൺ സ്ക്രീനാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. അതില് ഇവിടെ ഓപ്പറ എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഉണ്ട്. ഓപ്പറ, ഈ ഓപ്പറ ബ്രൗസർ VPN സൗകര്യമുള്ള ഒരു ബ്രൗസറാണ്. അതില് ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു 3 കുത്ത് കാണാം. ആ ഓപ്പറ മിനി ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ ലോഗിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗൂഗിൾ ID വെച്ച് ലോഗിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. താഴെ 3 കുത്തില് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ സാധനങ്ങൾ വരും. അതിനകത്ത് ഏരിയ ബ്രൗസർ, AI, അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ചില AI-യുടെ ടൂളുകൾ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ കഴിയും. അതിന്റെ ഏറ്റവും ഇട സൈഡിൽ മുകളിൽ VPN എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ആ VPN ഓൺ ചെയ്താൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ IP അഡ്രസ്സ് മറ്റു രാജ്യത്തെ IP അഡ്രസ്സിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം ഏത് എന്നുള്ളത് ആർക്കും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് വരും എന്നുള്ളതാണ്. ഇത്തരം ചില ബ്രൗസറിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്തൊരു പ്രൈവറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഏറ്റവും വലതുവശത്ത് കാണാൻ കഴിയും. പ്രൈവറ്റ് മോഡ് കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഈ പ്രൈവറ്റ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ ഒരു ഡാറ്റയും സേവ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും ബ്രൗസ് ചെയ്യുന്ന സാധനങ്ങൾ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. മൈ വെബ് ആക്ടിവിറ്റി പോയിട്ട് എന്തൊക്കെ കണ്ടന്റ് ആണ് ബ്രൗസ് ചെയ്യുന്നത് കാണാൻ കഴിയും. പക്ഷെ ഒരു സ്ഥലത്തും ഈ പ്രൈവറ്റ് മോഡ് വെച്ചുകൊണ്ട് നമ്മൾ ബ്രൗസ് ചെയ്താൽ ഡാറ്റ ഏതാണ്ട് 99.99% സേവ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട്
ഈ പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്തൊക്കെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയാൽ സ്വാഭാവികമായിട്ടും ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ആ ഹിസ്റ്ററിൽ അത് കിടക്കുമല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഈ പ്രൈവറ്റ് മോഡിലാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പുറത്തു വന്നാൽ ഉടൻ തന്നെ ഓട്ടോമാറ്റിക് കിട്ടുന്നത് നമ്മൾ ബ്രൗസ് ചെയ്ത് മുഴുവൻ ഹിസ്റ്ററിയും ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവും. അപ്പൊ അത് കുട്ടികൾ പലപ്പോഴും അവരുടെ ഈസി ആയിട്ടോ, കാരണം നമ്മൾ ഓരോന്നും പോയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ യൂട്യൂബിലായാലും മറ്റിടങ്ങളിലായാലും ബ്രൗസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം VPN ഓൺ ചെയ്തു, ഇപ്പൊ ഞാനിപ്പോ VPN, അപ്പൊ നമ്മള് അതാണ് ഈ VPN ഉപയോഗിക്കാൻ ഒരു വഴി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില ബ്രൗസറുകൾ, ഓപ്പറ മിനി പോലെയുള്ള ചില ബ്രൗസറുകളിലെ സൗകര്യം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നേരത്തെ കണ്ട പെയ്ഡ് VPN ഉണ്ട് കേട്ടോ. പെയ്ഡായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട VPN പലയിടത്തും ലഭ്യമാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ഒരു പരസ്യമില്ലാതെ നമുക്ക് ബ്രൗസ് ചെയ്യാൻ കഴിയും. ബ്രേവ് എന്ന് പറയുന്ന ഒരു ബ്രൗസർ ഉപയോഗിച്ചാലെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ബ്രേവ്, ഇതിൽ നിങ്ങൾ കാണാം, ഇതിനകത്ത് ബ്രേവ് എന്ന് പറയുന്ന ഒരു ബ്രൗസർ കാണാം. ആ ബ്രേവ് ബ്രൗസറിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഒരു സെക്യൂർ VPN എന്ന് പറയുന്ന ഒരു VPN ഉണ്ട്. സെക്യൂർ VPN ഒറ്റ മോളിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ട്. സെക്യൂർ VPN ഒരു അതിന്റെ ഇവിടെ താഴെ കാണുന്ന ഒരു താക്കോല്, ഒരു എന്താ നീലയാന്ന് തോന്നുന്നു അല്ലെ, ഒരു ഷഡ്ഭുജത്തിന്റെ ഉള്ളില് ഒരു വലതുവശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു താക്കോലിന്റെ അടയാളമുള്ള ഒരു VPN ആണ് സെക്യൂർ VPN. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്, നമുക്ക് നോക്കാം. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് VPN ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് കൊടുക്കാം. ടേംസ് ആൻഡ് സർവീസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ VPN ഓൺ ആവുകയാണ്. കണക്ഷൻ സ്പീഡൊക്കെ ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ നെറ്റ്വർക്കിന്റെ. ആ കണക്ഷൻ സ്പീഡൊക്കെ ചെക്ക് ചെയ്ത് നമുക്കിനി ഇതിനകത്ത് പെയ്ഡ് ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ഇനിയിപ്പം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത് കണക്റ്റ് ആവുകയാണ്. കണക്റ്റ് ആവുന്നിടത്ത് മുകളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 4 രാജ്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയി ഇതിനകത്ത് നമുക്ക് കയറാൻ കഴിയുന്നതാണ്. അതിനകത്തൊന്ന് ഓട്ടോ സെലക്ട് എന്ന് പറയുന്ന ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, നെതർലാൻഡ്സ്. ഈ 4 രാജ്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ VPN മാറി മാറി ഉപയോഗിക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ നെതർലാൻഡ്സിന്റെ VPN ആണ് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നെതർലാൻഡ്സിന്റെ VPN കണക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് നിങ്ങൾ സ്ക്രീനിൽ അത് കണ്ടത്. അതുകൊണ്ട് ഈ അതിന്റെ താഴെ കിരീടമുള്ളതൊക്കെ പെയ്ഡ് ഓപ്ഷൻസ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ആ രാജ്യങ്ങളുടെ IP അഡ്രസ്സിൽ നിന്ന് കയറി ബ്രൗസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഈ 4 രാജ്യങ്ങൾ, ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, നെതർലാൻഡ്സ്, ഈ 3 രാജ്യങ്ങളുടെ IP അഡ്രസ്സിൽ കയറിയിട്ട് നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്യാം, ആ രാജ്യത്ത് നിരോധിക്കപ്പെട്ടതല്ലെങ്കിൽ അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഓൺ ചെയ്ത് നമ്മൾ ഇനി ഗൂഗിളിലാണെങ്കിലും മറ്റേത് ക്രോമിലാണെങ്കിലും മൊസില്ല ഫയർഫോക്സിലാണെങ്കിലും മറ്റേതെങ്കിലും ബ്രൗസറിൽ നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ VPN പ്രൊട്ടക്ഷൻ അവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ സെക്യൂർ VPN എന്ന് പറയുന്നത് ഫോണിന്, നമ്മളിപ്പോൾ നേരത്തെ ഓപ്പറ മിനിയിലെ VPN സൗകര്യമാണ് ഉപയോഗിച്ചതെങ്കിൽ ആ ഓപ്പറ മിനിയിലെ VPN സൗകര്യം ഓപ്പറ മിനി ഉപയോഗിക്കും മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഫോണിലെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബ്രൗസർ ഉപയോഗിക്കുമ്പോഴും ഇത് ഓൺ ചെയ്തിട്ട് നമ്മൾ അത് മിനിമൈസ് ചെയ്ത് പുറകിലേക്ക് വന്നു. ഇപ്പൊ ഞാനിത് ഓട്ടോ സെലക്ട് ഓൺ ചെയ്യാണ്. ഈ പൊതു വൈഫൈ ഉപയോഗിക്കുമ്പോൾ സെക്യൂർ VPN പോലെയുള്ള ചില VPN സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴിവതും നമ്മൾ പൊതു വൈഫൈ കൂടുതൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ വൈഫൈ സ്ഥിരം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം വൈഫൈ അല്ലാതെ, നമ്മുടെ സ്വകാര്യ വൈഫൈ അല്ലാതെ ഒരു ഓഫീസിലെയോ ഹോട്ടലിലെയോ മറ്റേതെങ്കിലും ഒക്കെ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ വൈഫൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിന്റെ ഒരു പെയ്ഡ് ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ പറയുക. കാരണം പലപ്പോഴും പെയ്ഡ് ഓപ്ഷൻസ് ആണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ബ്രൗസിങ് തരിക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള സുരക്ഷിതമായ ബ്രൗസിങ്, ഇത് കണക്റ്റഡ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നിസ്സാരമാണ്. ഈ കണക്റ്റഡ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക, 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡിസ്കണക്ട് എന്ന് പറയുന്ന ഓണായി വരും. എന്തായി, നമ്മൾ ഫ്രാൻസിലായിരുന്നു ഞാൻ ഇത്രയും നേരം ബ്രൗസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രാൻസിന്റെ വെബ്സൈറ്റ് ഇതിലായിരുന്നു ബ്രൗസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ?
കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. അപ്പോൾ ഞാനത് ഡിസ്കണക്ട് ചെയ്ത് ഞാൻ തിരിച്ച് വരികയാണ്. അപ്പോൾ ഉണ്ടോ, ഡിസ്കണക്ട് ആയി. ഫ്രാൻസിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ ഇറങ്ങുന്നത്. ഫ്രാൻസിന്റെ സൈറ്റിലായിരുന്നു ഇത്രയും നേരം ഞാൻ ബ്രൗസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓട്ടോ എന്ന രീതിയിൽ തന്നെ കൊടുത്ത് ചെയ്തതാണ്. അപ്പോൾ ആ VPN ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒരു സൗകര്യം എന്ന് പറയുന്നത്, VPN ഉപയോഗിക്കാൻ. അപ്പോൾ നിങ്ങൾ പൊതു വൈഫൈ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായും ഈ കാര്യം അറിഞ്ഞിരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതിനകത്ത് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം പലപ്പോഴും കുട്ടികൾ ഇതിന്റെ പെയ്ഡ് വേർഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പല വെബ്സൈറ്റുകളും ചൈനയിൽ നിന്നും ഒരുപാട് രാജ്യങ്ങളുടെ വെബ്സൈറ്റിൽ നമുക്ക് കയറാൻ വേണ്ടി കഴിയും. ഒരുപാട് രാജ്യങ്ങളുടെ IP അഡ്രസ് കയറാൻ വേണ്ടി കഴിയും. അപ്പോൾ കുട്ടികളുടെ ഫോണിൽ VPN ഉണ്ട് എങ്കിൽ അവർ പലപ്പോഴും ഇത് ചെയ്യുന്നത് ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പേരൻസിന്റെ ക്ലാസ്സിനിടയ്ക്കൊക്കെ പറയാനുള്ളത്. VPN ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇത്തരത്തിൽ ഫ്രീ VPN സൗകര്യമുള്ള ആപ്ലിക്കേഷൻസ് ധാരാളം ലഭ്യമാണ്. പിന്നെ പെയ്ഡ് ആയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കാൻ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു മാസം 100 രൂപ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള പെയ്ഡ് VPN തന്നെ ഉപയോഗിച്ച് കുട്ടികൾ ഇത്തരത്തിൽ ഇല്ലീഗൽ കണ്ടന്റുകൾ, പുറത്തുനിന്നുള്ള കണ്ടന്റുകൾ, ഇപ്പോൾ ഇന്ത്യയിൽ ഫോൺ സൈറ്റുകളൊക്കെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഗൂഗിളിലോ മറ്റിടങ്ങളിലോ ഒക്കെ കയറി കഴിഞ്ഞാൽ എത്തരം സൈറ്റുകൾ ബ്രൗസ് ചെയ്യാൻ പ്രയാസമുണ്ട്. പക്ഷെ ചെറിയ കുട്ടികൾ പോലും കൗൺസിലിംഗിന് വന്ന സമയത്ത് അവർ ഈ ഫോൺ അഡിക്റ്റ് ആണ് എന്ന് പറയുന്നിടത്ത്, ആ മോശം സൈറ്റുകളൊക്കെ കയറുന്നുണ്ട് എന്ന് പറയുന്നിടത്ത്, അതിന്റെ ഒരു വഴി, അവർ കയറാൻ ഉപയോഗിക്കുന്ന വഴി VPN ഇട്ടുകൊണ്ട് മറ്റു രാജ്യത്തെ വെബ്സൈറ്റിൽ നിന്ന് കയറുക എന്നുള്ളതാണ്. പക്ഷെ കുട്ടികൾ കരുതുന്നത് VPN ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല, ഒരാൾക്കും അറിയാൻ കഴിയില്ല എന്നൊക്കെയാണ് അവർ കരുതുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നമ്മൾ പേരന്റിംഗ് ക്ലാസ്സിലും കുട്ടികളുടെ ക്ലാസ്സിലും പറയേണ്ടത്, ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ ഏത് VPN ഇട്ട് നമ്മൾ ബ്രൗസ് ചെയ്താലും ശരി, അത് പിടിക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിരുന്നാണ് വിചാരിക്കുന്നത്. ഓപ്പറേഷൻ പി ഹണ്ട്, അത് പലപ്പോഴും ഈ ഓപ്പറേഷൻ പി ഹണ്ടിലേക്ക് വരുന്നത് ഈ VPN ഇട്ട് നമ്മുടെ രാജ്യത്ത് അനുവദിക്കപ്പെട്ട പല സൈറ്റിലേക്കും കയറി കുട്ടികളുമായി ബന്ധപ്പെട്ട ഇല്ലീഗൽ കണ്ടന്റുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളെയാണ് പോലീസ് അത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. കേരളത്തിൽ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളെ, ചില ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ട് ചാർജിലെ ആളുകളെ, എന്തിനേറെ നിയമവിദഗ്ധരെ, IT പ്രൊഫഷണൽസിനെ ഒക്കെ തന്നെ കേരള പോലീസ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തായിട്ടുള്ള വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഓപ്പറേഷൻ പി ഹണ്ട്, അപ്പോൾ VPN ഇട്ടാൽ സ്വാഭാവികമായിട്ടും ഇന്റർപോളിന്റെ കയ്യിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് അവർക്ക് ഏത് VPN ഇട്ടാലും ആ VPN മറികടന്നുകൊണ്ട് ഏത് സെർവറിൽ നിന്നാണ്, ഏത് IP അഡ്രസ്സിൽ നിന്നാണ് അവർ യഥാർത്ഥത്തിൽ ബ്രൗസ് ചെയ്യുന്നത് ഈസിയായി കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് VPN ഇട്ടാൽ സുരക്ഷിതമല്ല. പക്ഷെ പല കുട്ടികൾക്ക് കരുതുന്നേയില്ല, VPN ഇട്ട് കഴിഞ്ഞാൽ അവർ ബ്രൗസ് ചെയ്യുന്ന കാര്യം വളരെ സെക്യൂർ ആണ്, ആരും അറിയില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ചന്തേര പോലീസ് സ്റ്റേഷനിൽ 9ാം ക്ലാസ്സുകാരനാണ് ഫോണിൽ ഇല്ലീഗൽ കണ്ടന്റുകൾ ബ്രൗസ് ചെയ്തത്. പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അച്ഛനാണ്. കാരണം 9ാം ക്ലാസ്സുകാരുടെ പേരിൽ സ്വന്തം സിം കാർഡ് ഇല്ല, ഉപയോഗിക്കുന്ന അച്ഛന്റെ പേരിലുള്ള സിം കാർഡാണ്. അപ്പോൾ IP അഡ്രസ് നോക്കി വരുമ്പോഴേക്ക് അച്ഛന്റെ പേരിലുള്ള അഡ്രസ്സിലാണ് കുട്ടി ബ്രൗസ് ചെയ്യുന്നത്, മോശം കണ്ടന്റുകൾ ബ്രൗസ് ചെയ്യുന്നത്. അവസാനം പോലീസ് അറസ്റ്റ് ചെയ്ത അച്ഛനെയാണ്. പക്ഷെ പോലീസ് ചോദ്യം ചെയ്യലിൽ മനസ്സിലായി അച്ഛന് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്ത മനുഷ്യനാണ്, സ്വന്തം ഫോൺ ഉപയോഗിക്കാൻ പോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന് മനസ്സിലായി. പക്ഷെ പോലീസിനെ അറസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, കാരണം തെളിവ് ഉണ്ടല്ലോ ധാരാളം. ഈ ഓൺലൈൻ ഇടങ്ങളിൽ നമുക്കിപ്പം സൈബർ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തെളിവ് അവിടെ അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്താനും അന്വേഷിച്ചെത്താനും വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് VPN ഇട്ടാൽ പിടിക്കപ്പെടില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട എന്നുള്ളത് നമ്മുടെ ക്ലാസ്സുകളിൽ കുട്ടികളോട് പറയണം. സൈബർ അവയർനെസ് ഈ മോശം സൈറ്റുകളൊക്കെ ബ്രൗസ് ചെയ്യുന്ന കുട്ടികളോട് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഓപ്പറേഷൻ പി ഹണ്ടിന്റെ അനുഭവങ്ങൾ പറയുകയും അത് പലരെയും ഇത്തരത്തിൽ VPN ഇട്ട് ബ്രൗസ് ചെയ്ത് ആളുകളെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. കാരണം VPN ഇട്ടാൽ ഇത് ഒരു ഒളിഞ്ഞിരുന്ന് ബ്രൗസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല, ഇത് പരസ്യമാണെന്ന് തന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനിയും വളരെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്ന് കുട്ടികളുടെ ഫോൺ, ദൂരെയുള്ള ഒരു കുട്ടിയുടെ ഫോൺ എങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇനി കാണേണ്ടത്. അതിന് നമ്മൾ കുട്ടികളുടെ ഫോണിലാണ് ഇതിന്റെ സെറ്റിംഗ്സ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കുട്ടികളുടെ ഫോണിലാണ് ചെയ്യേണ്ടത്. അവിടെ കുട്ടിയുടെ ഫോണിൽ സെറ്റിംഗ്സിലേക്ക് പോവാം.
കുട്ടിയുടെ ഫോണിൽ സെറ്റിങ്സിലേക്ക് പോവാം. ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴേക്ക് ബ്രൗസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ കാണുന്നുണ്ടല്ലോ അല്ലെ? ആ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പേരന്റൽ കൺട്രോൾസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ അതിനകത്ത് പേരന്റൽ കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അത് നമ്മൾ ഗൂഗിൾ എന്നതിൽ കയറുകയാണ്. ഗൂഗിളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോകുന്നിടത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിനകത്ത് ഓൾ സർവീസ് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഓൾ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ റെക്കമെൻഡഡിന് ഇപ്പുറത്തുള്ള ഓൾ സർവീസിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കയറി കഴിയുമ്പോഴേക്ക് നമുക്ക് പേഴ്സണൽ സേഫ്റ്റി എന്നും സെറ്റപ്പ് ആൻഡ് റീസ്റ്റോർ എന്നും സെറ്റിംഗ് ഫോർ ഗൂഗിൾ ആപ്സ് എന്നും കിഡ്സ് ആൻഡ് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണാം. അതിനകത്ത് കിഡ്സ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അതിൽ പേരന്റൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേരന്റൽ കൺട്രോൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ ലെറ്റ്സ് ഡു ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അതിലേക്ക് പോവാം. ഇനി നമ്മൾ ഏത് അക്കൗണ്ട് ആണോ, കാരണം അതിനകത്ത് ഇപ്പം നമ്മൾ ഏത് ഡിവൈസ് ആണോ ഏത് അക്കൗണ്ട് ആണോ സൂപ്പർവൈസ് ചെയ്യപ്പെടേണ്ടത് അത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ ഈ ഇമെയിൽ ഐ ഡി നമ്മളിപ്പം ഇതിനകത്തൊരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് കാണാം. ആ ഇമെയിൽ ഐ ഡിയിലുള്ള എല്ലാ 4-5 ഡിവൈസുകൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരൊറ്റ ഇമെയിൽ ഐ ഡി വെച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ 4-5 ഡിവൈസുകൾ ഒരൊറ്റ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഇനിയിപ്പോൾ ഫാമിലി ഗ്രൂപ്പ് എന്നതിൽ കയറിയാലും നമുക്ക് ചെയ്യാൻ കഴിയും. 4 ഡിവൈസ് 5 ഡിവൈസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ ഇതിൽ കണക്ട് ചെയ്യാൻ കഴിയും. ഫാമിലി ലിങ്ക് വഴിയിട്ട് കണക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിനകത്ത് ഫാമിലി ഗ്രൂപ്പ്, അതിനകത്തൊരു ഗ്രൂപ്പ് അഡ്മിൻ ഉണ്ടാവും. ആ ഗ്രൂപ്പ് അഡ്മിൻ ആരാണോ അയാളുടെ പേര്, അയാളാണ് ബാക്കി ഡിവൈസുകൾ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യും. അപ്പൊ ഇത് ആണ് ഗൂഗിൾ ഫാമിലി ലിങ്ക്. ഇത് ഗൂഗിളിന്റെ സൗജന്യമായിട്ടുള്ള സർവീസാണ്. പേരന്റൽ കൺട്രോൾസിൽ പോവാം. കൺട്രോൾസിൽ പോയിട്ട് ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഫാമിലി ലിങ്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർവൈസ് ദീപ എന്ന് ഞാൻ കൊടുത്തു. ഇനിയിപ്പം അവിടെ ഈ ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ബാക്കി ഏതെങ്കിലും അക്കൗണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി ഇതിൽ നിന്ന് ബാക്കി സൈൻ ഔട്ട് ആവും കേട്ടോ. അതിനകത്ത് ഇപ്പം വേറൊരു ഐ ഡി കാണിക്കുന്നില്ലേ, ഇത് സൈൻ ഔട്ട് ആവും. ഞാനിപ്പോ സൈൻ ഔട്ട് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുത്താൽ ഈ പറഞ്ഞ വെബ്സൈറ്റ് നമ്മൾ ഒരു ഡിവൈസിൽ തന്നെ 2-3 അക്കൗണ്ടുകൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇപ്പം 2-3 അക്കൗണ്ടുകൾ നമ്മൾ ഡിവൈസിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഫാമിലി ലിങ്ക് കണക്ട് ചെയ്യുന്ന ഒരു ഫോണിൽ ഒരൊറ്റ ഇമെയിൽ ഐ ഡി മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു സൗകര്യം. കാരണം കുട്ടികൾ പല ഇമെയിലിൽ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് തടയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഇങ്ങനെയാണ്. ഗൂഗിളിൽ വരിക, ഓൾ സർവീസിൽ വരിക, അവിടുന്ന് കിഡ്സ് ആൻഡ് ഫാമിലി എന്നതിൽ പോവാം, പേരന്റൽ കൺട്രോൾസിൽ പോവാം. പേരന്റൽ കൺട്രോൾസിൽ പോയിട്ട് ഇനിയിപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം എന്താ, ദിവ എൻ്റെ ഭാര്യയുടെ ഫോണായത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഫാമിലി ലിങ്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ സൂപ്പർവൈസ് ദീപ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ദീപ ഉപയോഗിക്കുന്ന മറ്റു ചില ഇമെയിൽ ഐ ഡി എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ഔട്ട് ആവും. അപ്പോൾ അത് തീരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണെന്നുള്ളത് കൊണ്ട് ഞാൻ തുറന്നു പോകുന്നില്ല. ഇനി സൈൻ ഔട്ട് ആൻഡ് കണ്ടിന്യൂ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അടുത്തത് വരിക ഏത് ഡിവൈസിലേക്കാണ് സൂപ്പർവൈസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് വരിക. അതിനകത്ത് ആരുടെ ഡിവൈസിലേക്കാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. ഇപ്പം ആരാണോ പേരന്റ്, ആ പേരന്റിന്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അടിച്ചു കൊടുത്ത് ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അങ്ങനെ പാസ്വേഡ് ഇമെയിൽ ഐ ഡി എല്ലാം അടിച്ചു കൊടുത്ത് ഏറ്റവും അവസാനം ഏത് കുട്ടിയുടെ ഡിവൈസ് ആണോ നമ്മൾ സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് കൂടി അടിച്ചു കഴിഞ്ഞാൽ, ഇമെയിലിന്റെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ആ ഫോണ് എന്തായി, പേരന്റിന്റെ ഫോണുമായിട്ട് കണക്റ്റഡ് ആയി, സൂപ്പർവൈസ്ഡ് ആയി. അതാണ് നമ്മൾ പലപ്പോഴും ഈ ഗൂഗിൾ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു ഫോൺ, ദൂരെ ഇരിക്കുന്ന മറ്റൊരു ഫോൺ, ആ ഫോണിന്റെ ആക്ടിവിറ്റികൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അത് ഇനി നിങ്ങൾ ആ ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ആപ്പ് പേരന്റിന്റെ ഫോൺ ഡൗൺലോഡ് ചെയ്യണം. അത് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ഞാൻ കാണിച്ചു തരാം ആപ്പ്.
പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ ഫാമിലി ലിങ്ക് ഒരു ഇതിനകത്ത് ഒരു പട്ടത്തിന്റെ ഒരു പട്ടത്തിന്റെ ആപ്പാണ് ഇത്. പേരന്റിന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. പേരന്റിന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, കുട്ടിയുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട എന്നുള്ളതാണ്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ കുട്ടി ഒരു ദിവസം എത്ര സമയം ഫോൺ ഉപയോഗിച്ചു എന്ന്. ഇനി ഏതെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻസ്, ഇപ്പം നമ്മൾ സെറ്റിങ്സിലൊക്കെ പോയിട്ട് പലപ്പോഴും ആപ്പ് ഹൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് കുട്ടികൾ. അത് അങ്ങനെ ഹൈഡ് ചെയ്യുന്ന വഴി കാണിച്ചു തരാം. ഇതിനകത്ത് സേഫ്റ്റി, കുറച്ച് പഴയ ഫോണാണ്, അതുകൊണ്ട് എല്ലാ ഓപ്ഷൻസിനകത്തില്ല. ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. ഇപ്പൊ വരുന്ന ഫോണിൽ തന്നെ സെറ്റിങ്സിൽ തന്നെ ആപ്സ് നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഫോണിൽ അതില്ല. ഈ ഫോണിൽ ഹൈഡ് ഓപ്ഷൻസ് ഇല്ല. ഇപ്പൊ വരുന്ന ഫോണുകളിൽ തന്നെ നമുക്ക് ഈ സെറ്റിങ്സ് കയറി കഴിഞ്ഞാൽ താഴെ പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രൈവസി അല്ല, അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രൈവസി ആൻഡ് എൻക്രിപ്ഷൻ എന്നായിരിക്കും അതിന്റെ മുഴുവൻ ഉണ്ടാവും. പ്രൈവസി ആൻഡ് എൻക്രിപ്ഷൻ. ആ പ്രൈവസി ആൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഹൈഡ് ചെയ്യാൻ പറ്റും. ഒരു പാസ്വേഡ് ഒക്കെ ഇട്ടാൽ ആ പാസ്വേഡ് അറിയുന്ന ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫോണിൽ ചിലപ്പോൾ 2 ഫിംഗർ മുകളിലേക്ക് വരയ്ക്കുന്നതായിരിക്കാം. ആ മുകളിലേക്ക് വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പാസ്വേഡ് അടിക്കാൻ പറ്റും. ആ പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ആപ്പ് ഉള്ള സ്ക്രീൻ തുറക്കാൻ കഴിയൂ. പിന്നെ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ഫോൺ ക്ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഫോൺ ക്ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 സ്ക്രീൻ ഒരേ സമയത്ത് ഉപയോഗിക്കാൻ കഴിയും. അപ്പം നമ്മൾ നേരത്തെ കിഡ്സ് പ്ലേസ് ഒക്കെ ഇട്ടതുപോലെ ആ ഫോൺ ക്ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫോൺ ക്ലോൺ അല്ലെ, ഇതിനകത്ത് ആ സെറ്റിങ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വെബ്സൈറ്റ്, അപ്പം എൻ്റെ ലെഫ്റ്റ് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ഡിവൈസ് തുറക്കുന്നു, റൈറ്റ് ഫിംഗർ പ്രിന്റ് കൊണ്ട് ഉപയോഗിച്ച് തുറക്കുമ്പോൾ കിട്ടുന്നത് വേറൊരു സ്ക്രീൻ ആയിരിക്കും. അങ്ങനെ നമുക്ക് 2 തരത്തിലുള്ള ലോക്കൊക്കെ വെച്ചുകൊണ്ട് 2 സ്ക്രീനിലേക്ക് പെട്ടെന്ന് മാറാനുള്ള സൗകര്യമാണ് ഫോൺ ക്ലോൺ എന്ന് പറയുന്ന സംവിധാനം വഴിയുള്ളത്. ഇങ്ങനെ ഒരുപാട് തരത്തിൽ കുട്ടികൾക്ക് ഇത് ആപ്പ് ഹൈഡ് ചെയ്യാനുള്ള ടെക്നിക്കുകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും എന്താ പ്രൈവസി ആൻഡ് എൻക്രിപ്ഷൻ എന്നാണ് ഫോണിൽ അതിനകത്ത് ഉണ്ടാവുക. ഇത് കുറച്ച് പഴയ ഫോൺ ആയതുകൊണ്ട് ഇതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ കുറച്ച് പഴയതാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഫോണിൽ ഇപ്പോൾ അതെനിക്ക് കാണിക്കാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങൾ ഇനി നിങ്ങളുടെ ഫോണിലൊക്കെ ശ്രദ്ധിക്കുക, പ്രൈവസി ആൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കുട്ടികൾ ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട രീതി. അതുപോലെ തന്നെ കുട്ടികൾ ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്യുന്ന ഫോണിൽ തന്നെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഹൈഡ് ചെയ്യുന്ന രീതി. അതുപോലെ ഫോൺ ക്ലോൺ ഉപയോഗിച്ചുകൊണ്ട് 2 സ്ക്രീനുകൾ സൃഷ്ടിച്ച് ഇൻസ്റ്റഗ്രാമും മറ്റു സാധനങ്ങളും ഏതെങ്കിലും തരത്തിൽ ബ്രൗസ് ചെയ്യരുത്, ഉപയോഗിക്കരുത് എന്ന് പറയുന്ന സൈറ്റ് മറ്റൊരു സ്ക്രീനിലേക്ക് മാറ്റി പേരൻസ് ഉപയോഗിക്കുമ്പോൾ അവരുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ തുറക്കുന്ന ഒരു സ്ക്രീൻ ആയിരിക്കും, കുട്ടിയുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കും തുറക്കുന്ന വേറെ സ്ക്രീൻ ആയിരിക്കും. ഒരു കാലത്തും പേരൻസിന് കണ്ടെത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റൈറ്റ് ലെഫ്റ്റ് ഫിംഗർ പ്രിന്റുകളൊക്കെ മാറി പോലും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് ഫോൺ ക്ലോൺ ചെയ്ത് മറ്റൊരു സ്ക്രീൻ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്ന ചില വഴികൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ കൗൺസിലിങ്ങിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയുമെങ്കിൽ അവരുടെ അടുത്തൊന്നും ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഫോൺ ക്ലോൺ ഉണ്ട്, അത് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം എന്നുള്ളിടത്ത്
അവരുടെ അടുത്തുനിന്ന് അതിങ്ങനെ കിട്ടും. നമുക്കത് അറിയാമെങ്കിൽ ഇപ്പം ഈ പലപ്പോഴും ഹാക്കേഴ്സ് പറഞ്ഞില്ലേ, കുട്ടികളുടെ ഹാക്കേഴ്സിന്റെ ടീം വരുമ്പോൾ ഞാൻ ഈ അറക്കൽ ഫാമിലിയെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങും. അറക്കൽ ഫാമിലിയെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങും. പിന്നെ അവരുടെ അടുത്തുനിന്ന് കുറെ ഡാറ്റ ഇങ്ങനെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അവരും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്, ഈ ടീമിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോ അങ്ങനെയുള്ള അധോലോ ഗ്രൂപ്പുകളിലൊക്കെ പോലും പെട്ട കുട്ടികളെ നമുക്ക് അവര് ആ ഒരു കൊളുത്തിട്ടാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ അടുത്തൊന്നും അത്തരം കാര്യങ്ങൾ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ ഈ വഴികളൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം എന്നുള്ളതാണ്. മറ്റൊരു സ്ക്രീൻ സൃഷ്ടിച്ചിട്ടുണ്ടോ, അപ്പൊ ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ അതൊക്കെയാണ് വഴി. അപ്പം ഇതാണിന്ന് നമ്മൾ സംസാരിക്കാമെന്ന് വിചാരിച്ച 2 ഏരിയാസ്. ഒന്ന്, എങ്ങനെ VPN ഉപയോഗിക്കണം. 2, ഫാമിലി ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യണം. ഇനി ധാരാളം പേരന്റൽ കൺട്രോൾ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പെയ്ഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് QStudio എന്ന് പറയുന്നത്. പെയ്ഡ് ആണ്. പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒരിക്കലും ഈ പേരന്റൽ കൺട്രോൾ ആപ്പ് ഉപയോഗിക്കുമ്പോൾ സൗജന്യമായി കിട്ടുന്നത് ഉപയോഗിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഗുണകരമാവുക QStudio പോലെ. ഇതുണ്ട് QStudio. അതിനകത്ത് ഒരു Q എന്ന് പറയുന്ന സാധനമാണ് പേരന്റൽ കൺട്രോൾ ആപ്പ്. അത് പെയ്ഡ് ആണ്. ഏതാണ്ട് 2000 രൂപയോളം ഒരു വർഷം നമ്മൾ പെയ്ഡ് ചെയ്ത് ഉപയോഗിക്കേണ്ട ആപ്പാണ്. അപ്പൊ അങ്ങനെ കാസ്പർസ്കിയുടെ സേഫ് കിഡ്സ് പോലെയുള്ള ആപ്പുണ്ട്. ഈ കാസ്പർസ്കിയുടെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് പെയ്ഡ് ആണ്. ഏതാണ്ട് 2000 രൂപയോളം ഒരു വർഷം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ ഫോൺ ഉപയോഗിച്ച് അവരുടെ GPS അടക്കം നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. അതായത് കുട്ടി ഇപ്പൊ ഫാമിലി ലിങ്കിൽ അത് പറ്റും കേട്ടോ. കുട്ടി ആ ഫോണുമായിട്ട് എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഫോണിൽ നിന്ന് ആ കുട്ടിയുടെ GPS ലൊക്കേഷൻ ഓൺ ചെയ്ത് കുട്ടി എവിടെ നിൽക്കുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. ഫാമിലി ലിങ്കിൽ അത് സാധ്യമാണ്. അപ്പൊ അങ്ങനെ ഉള്ള ധാരാളം പെയ്ഡ് ആപ്ലിക്കേഷൻസും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ QStudio ഒക്കെ കുറച്ചുകൂടി ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷെ പെയ്ഡാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഫോണിൽ അനാവശ്യമായ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കാൻ ഇത്തരത്തിലുള്ള പേരന്റൽ കൺട്രോൾ ആപ്ലിക്കേഷൻസ് ഇട്ട് മാത്രമേ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടുള്ളൂ. കുട്ടികൾക്ക് നമ്മൾ ഫോൺ വളരെ സൗജന്യമായി ഒരു തരത്തിൽ നിയന്ത്രണമില്ലാതെ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കുട്ടികളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത. പലപ്പോഴും അതുകൊണ്ട് തന്നെ പേരന്റ് അതിനെക്കുറിച്ച് ഇടപെടുന്നേ ഇല്ല എന്നുള്ളത്. കുട്ടി ഉപയോഗിക്കുന്ന സമയത്ത് പേരന്റ് അതിനെക്കുറിച്ച് ഒട്ടും ഇടപെടുന്നില്ല, ഇടപെടാൻ അവർക്ക് അറിയുകയില്ല. അതാണ് കുട്ടികളോട് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ഉള്ള തലമുറയ്ക്കെങ്കിലും പുതിയ തലമുറയ്ക്കെങ്കിലും ഫോൺ കൊടുക്കുമ്പോൾ, കാരണം ഇപ്പം അങ്ങ് അഴിച്ചു വിട്ടെടുത്തുനിന്ന് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി പറ്റില്ല. പല കുട്ടികൾക്കും നമ്മൾ ഫാമിലി ലിങ്ക് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അവർ സമ്മതിക്കൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും ഇപ്പം ഫ്രീ ആയി വിട്ടൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് കൊണ്ടുവരാൻ വലിയ ശ്രമകരമാണ്. കുറേ സമയമെടുത്ത് മാത്രമേ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. 2-3 സെഷൻസ് കഴിഞ്ഞ് 4-5 സെഷൻസ് ഒക്കെ കഴിഞ്ഞ് അവന് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ പലപ്പോഴും ടീച്ചേഴ്സിന്റെയോ അങ്ങനെ പേരൻസിന്റെ ഫോണിൽ കണക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സഹായകം ടീച്ചേഴ്സിന്റെ ഫോണിൽ കണക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല അഡിക്റ്റഡ് ആയ കുട്ടികളെയും ഇതിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് സാധ്യത. കാരണം പേരൻസിനെ അവര് മാനേജ് ചെയ്യും. പലപ്പോഴും വീട്ടിൽ നിന്ന് ബഹളം ഉണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി പേരൻസിനെ അവർ മാനേജ് ചെയ്യും. പക്ഷെ ടീച്ചേഴ്സിന്റെ ഫോൺ ആകുമ്പോൾ ആ ഫോണുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാരണവശാലും കുട്ടിക്ക് പെട്ടെന്ന് ടീച്ചേഴ്സിന്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ടീച്ചേഴ്സിന്റെ ഫോണൊക്കെ ലിങ്ക് ചെയ്താണ് പലപ്പോഴും വിജയമായിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ആത്മാർത്ഥതയുള്ള കുട്ടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സിന്റെ ഫോണുമായിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഫാമിലി ലിങ്ക് വെച്ചുകൊണ്ട് കുട്ടിയുടെ ഡിവൈസ് കണക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഫാമിലി ലിങ്കിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടി സെറ്റിംഗ്സിൽ കയറി ഫാമിലി ലിങ്ക് ആ സെറ്റിംഗ്സിൽ കയറിയിട്ട്, കാരണം കുട്ടിയുടെ ഫോണിലൊരു ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ പട്ടവും ഒരു കുട്ടിപ്പട്ടവുമുള്ള ഒരു ആപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫോണിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ വല സൈഡിലുള്ള 3 കുത്തുകൾ ക്ലിക്ക് ചെയ്ത് താഴേക്ക് പോകുന്നിടത്ത് സ്റ്റോപ്പ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കുട്ടിക്ക് അത് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് സൂപ്പർവിഷൻ കൊടുത്ത് സൂപ്പർവിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. കുട്ടിയുടെ അനുവാദമില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുട്ടിയുടെ ഫോണിൽ തന്നെയാണ് അവരുടെ ഇമെയിലിന്റെയും പാസ്വേഡും അടക്കം കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് കുട്ടിയുടെ ഫോൺ സൂപ്പർവൈസ് ചെയ്യാൻ കഴിയുള്ളൂ. കുട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പാടില്ല താനും. കുട്ടിയുടെ പെർമിഷനോടുകൂടി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെ ലീഗലായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ആണ്. ഇല്ലീഗൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് പലപ്പോഴും നമുക്ക് ഇങ്ങനെയൊന്നും ബ്രൗസ് കിട്ടില്ല. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുന്ന കുറ്റകരമാണ്, വിരുദ്ധമാണ്. അയക്കുന്ന മെസ്സേജുകൾ പോലും നമ്മുടെ ഫോണിലേക്ക് അയച്ചു കിട്ടും വിധത്തിലുള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. കുട്ടി നിൽക്കുന്ന ലൊക്കേഷൻ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും നമ്മുടെ ഫോണിലേക്ക് അയച്ചു കിട്ടുക.
കുട്ടി നിൽക്കുന്ന ലൊക്കേഷൻസിന്റെ ഫോൺ കയ്യിലെടുക്കുമ്പോഴൊക്കെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് പരിസരത്തെ ഫോട്ടോസ് പോലും നമുക്ക് അയച്ചു കിട്ടുക, അങ്ങനെയുള്ള ചില ഇല്ലീഗൽ ആപ്ലിക്കേഷൻസ് ആണ്. പ്ലേ സ്റ്റോറിലൊന്നും ലഭ്യമല്ല. ചില ഈ നിയമവിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ചില ഫോൺ ഷോപ്പുകളിൽ നിന്നൊക്കെ അത്തരം ചില ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് പോലും പലരും ഉപയോഗിക്കാറുണ്ട്. ഈ നാള് ആപ്പ് ഐക്കൺ പോലും നമുക്ക് കാണില്ല. നമുക്കിപ്പോൾ സാധാരണ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഐക്കൺ കാണാൻ കഴിയുമല്ലോ, പക്ഷെ ഇതിന്റെ ഐക്കൺ പോലും നമുക്ക് കാണാൻ കഴിയില്ല, സ്ക്രീനിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ചില ഇല്ലീഗൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം സംശയരോഗികളായിട്ടുള്ള ഭർത്താക്കന്മാർ ഭാര്യയുടെ ഫോണിൽ ഇത് കണക്ട് ചെയ്തിട്ടൊക്കെ വെക്കുന്നതായിട്ടൊക്കെയുള്ള ധാരാളം അനുഭവങ്ങൾ കൗൺസിലിംഗിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് അതുപോലെ തിരിച്ചും ഭർത്താവിന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ഭാര്യമാരുടെയും കഥകൾ നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ഇല്ലീഗൽ ആപ്ലിക്കേഷൻ അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, നിയമവിരുദ്ധമാണ്. സൈബർ പോലീസിന് അത് കണ്ടെത്താൻ കഴിയും. കണ്ടെത്തി കഴിഞ്ഞാൽ ചെയ്ത ആളുകളൊക്കെ തന്നെ ജാമ്യമില്ലാത്ത കുറ്റം അനുസരിച്ചിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് അത്ര കുറ്റകരമായ കാര്യമാണ്. അത് അറസ്റ്റ് ചെയ്യപ്പെടും, റിമാൻഡ് ചെയ്യപ്പെടും എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെയും ചില ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം.